ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഖുർആനിലെ 106-ാമത്തെ അധ്യായമായ സൂറ ഖുറൈശാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ പാരായണമെന്ന് കേൾക്കാം. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലീലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഒരു ഗോത്രത്തിൻ്റെ പേരുള്ള ഒരു സൂറയാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമാണെന്ത്? ഖുറൈശ്. അപ്പോൾ ഖുറൈശി ഗോത്രത്തെ സംബന്ധിച്ചുള്ള ഒരു സൂറയാണിത്. ഓക്കെ, നമുക്കതിൻ്റെ മീനിങ് നോക്കാം. ലി വന്നതുകൊണ്ട് ഈലാഫി, ലി ഹർഫ് ജറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈലാഫിന് എന്ത് വന്നു? കെസ്ര വന്നത് അതുകൊണ്ടാണ്. ഫാക്ക് കെസ്ര വന്നത് ലി ഉള്ളത് കൊണ്ടാണ്. ലി ഈലാഫി, ഇണക്കിയത് കൊണ്ട് ആരെ? ഖുറൈശികളെ. അപ്പോൾ മൊത്തം പറയുമ്പോൾ ലി ഈലാഫി ഖുറൈശ് ഗോത്രത്തെ ഇണക്കിയതിനാൽ ഈലാഫിയും, അതായത് അവരെ ഇണക്കിയത്. ഈലാഫ് എന്ന് പറഞ്ഞാൽ ഇണക്കം. ഈലാഫ് ഇണക്കം. ഹുമാണത്, അവർ. അപ്പോൾ അവരെ ഹിം വരാൻ കാരണം ഫീക്ക് ശേഷം വന്നതുകൊണ്ടാണ്. ഫീക്ക് കെസ്ര വന്നതുകൊണ്ടാണ് ഹിം. ഈലാഫിഹിം എന്ന് പറഞ്ഞാൽ അവരെ ഇണക്കിയത്. റിഹ്ലത്ത എന്ന് പറഞ്ഞാൽ യാത്രക്ക് റിഹ്ലത്ത. ഷിത എന്ന് പറഞ്ഞാൽ ശൈത്യം എന്നർത്ഥം. അഷിതായി അലിഫ്ലാം കൂടി വരുന്ന സമയത്താണ് ശൈത്യകാലം. അഷിതായി വസ്വൈഫ് ആൻഡ് ലാമും കൂടി വന്നതുകൊണ്ട് ഉഷ്ണകാലം. റിഹ്ലത്തശ്ശിതാഇ വസ്വൈഫ് എന്ന് പറഞ്ഞാൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി, റിഹ്ലത്ത എന്ന് പറഞ്ഞാൽ യാത്രയുമായി അവരെ കൂട്ടിയിണക്കിയതിനാൽ ഖുറൈശികളെ ഉഷ്ണകാലത്തും അവർക്ക് യാത്ര എളുപ്പമാക്കി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യാത്ര അവർക്ക് എളുപ്പമാക്കി, അല്ലെങ്കിൽ അവരെ സുബ്ഹാനഹു വ തആല ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും യാത്രയുമായി കൂട്ടിയിണക്കി, അല്ലെങ്കിൽ യാത്ര അവർക്ക് എളുപ്പമാക്കി കൊടുത്ത്. യഅ്ബുദു, അവർ ആരാധിക്കട്ടെ. അപ്പോൾ ഫൽ യഅ്ബുദു, അതുകൊണ്ട്, അതിനാൽ, നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, യാത്രയുമായി ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും യാത്രയുമായി ഖുറൈശികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണക്കി കൊടുത്തു. അതുകൊണ്ട് ഫല്യഅ്ബുദു, അവർ ആരാധിക്കട്ടെ. ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. റബ്ബ എന്ന് പറഞ്ഞാൽ റബ്ബ്. എന്തിൻ്റെ റബ്ബ്? ഹാദൽ ബൈത്ത്, ഈ വീട്ടിൻ്റെ, ഈ മന്ദിരത്തിൻ്റെ. അപ്പോൾ ഇവിടെ ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കഅബയാണ്. അപ്പോൾ ഈ കഅബയുടെ റബ്ബ് അവരെന്ത് ചെയ്യണം? ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. അതിനാൽ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഈ ഭവനത്തിൻ്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ എന്ന്. അപ്പോൾ ആ റബ്ബിൻ്റെ വിശേഷണങ്ങളാണ് ഈ പറയുന്നത്. അല്ലദീ അതിലേക്ക് കഴിഞ്ഞ ആയയിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഇസ്മു മൗസൂല എന്നറിയും. ഇസ്മു മൗസൂല അല്ലദീ. നമ്മൾ അല്ലദീന കാണാറില്ല, അല്ലദീന, അതിൻ്റെ സിംഗുലറാണിത്, ഏകവചനമാണിത്. അല്ലദീന. ഓക്കെ, ഇപ്പോൾ ഇവിടെ
അല്ലതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരാളേ ഉള്ളൂ, അതാണ് അല്ലതി. അത്അമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകി, ഹും അവർക്ക്. അല്ലതി അത്അമഹും എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം നൽകിയവനായ. എപ്പോഴ്? മീൻ ജൂഇൻ വിശപ്പിന്, അല്ലെങ്കിൽ വിശപ്പിൽ നിന്ന്. മീൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്നാണ്. അപ്പോൾ വിശപ്പിന് അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന സമയത്ത് ഭക്ഷണം നൽകിയവനും. വാവ്. ആൻഡ് ആമനഹും എന്ന് പറഞ്ഞാൽ ഹും എന്ന് പറഞ്ഞാൽ അവർ, ആമന എന്ന് പറഞ്ഞാൽ സമാധാനം, അവർക്ക് സമാധാനം നൽകുകയും ചെയ്തു. ആമന ഹും അവർക്ക് സമാധാനം, ശാന്തി നൽകുകയും ചെയ്ത. എന്തിൽ നിന്ന്? മിൻ ഹൗഫ് ഭയത്തിൽ നിന്ന്, പേടിയിൽ നിന്ന്. ഓക്കെ, മിൻ ഹൗഫ്. അപ്പോൾ മൊത്തം പറയുമ്പം അല്ലദീ അത്അമഹും മിൻ ജൂഅ് വ ആമനഹും മിൻ ഹൗഫ്. വിശന്നിരിക്കുന്ന സമയത്ത് വിശപ്പിന് ഭക്ഷണം നൽകുകയും ഭയത്തിന് സമാധാനം നൽകുകയും ചെയ്തവനായ റബ്ബ്. ആ മന്ദിരത്തിൻ്റെ അല്ലെങ്കിൽ കഅബയുടെ റബ്ബിനെ അവരെന്ത് ചെയ്യാൻ? ആരാധിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം നോക്കുന്ന സമയത്ത് ലീലാഫി ഖുറൈശ് ഗോത്രത്തെ കൂട്ടിയിണക്കിയതിനാൽ, ഈലാഫിഹിം ഒരു ഇണക്കം, ഒരു കൂട്ടിയിണക്കം, റിഹ്ലതശ്ശിതാഇ വസ്സൈഫ് എന്തിനോടാണ് കൂട്ടിയിണക്കിയത്? യാത്രയോട്. ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള യാത്രയോട് അവരെ കൂട്ടിയിണക്കി എന്ന് പറഞ്ഞാൽ യാത്ര അവർക്ക് എളുപ്പമാക്കി. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? അവർ ഈ ബൈത്തിൻ്റെ, ഈ വീട്ടിൻ്റെ റബ്ബിനെ അവർ ആരാധിക്കണം. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഇനി അടുത്തായാൽ ആ റബ്ബിൻ്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. അല്ലദീ അത്അമഹും മിൻ ജൂഅ് വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകുകയും വ ആമനഹും മിൻ ഖൗഫ് ഭയത്തിൽ നിന്ന് നിർഭയം നൽകുകയും സമാധാനം നൽകുകയും ചെയ്തവനായ റബ്ബ്. ആ റബ്ബിനെ അവർ ആരാധിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ 106-ാമത്തെ സൂറത്താണ് സൂറ ഖുറൈശ്. 4 ആയത്തുകളാണ് ഈ സൂറയ്ക്കുള്ളത്. ഇത് മക്കയിൽ അവതരിച്ച ഒരു സൂറയാണ്. അപ്പോൾ മക്കയിലെ ഖുറൈശികളെ സംബന്ധിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള ഒരു അധ്യായമാണ് ഇത്. ഈ പേരിന് ആധാരവും അതുതന്നെ. ഖുറൈശ് കഅബയെ പൊളിച്ചു നീക്കുവാൻ തയ്യാറെടുത്തു വന്ന ഒരു ആനപ്പട്ടാളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിച്ചു പരാജയപ്പെടുത്തുകയും ഖുറൈശികളെയും മക്ക നിവാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്രപ്രസിദ്ധമായ സംഭവമാണ് ആനക്കലഹ സംഭവം. ഈ സംഭവം പ്രതിപാദിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫീൽ. 105-ാമത്തെ സൂറയാണ് ഈ. സൂറ ഖുറൈശിന് തൊട്ട് മുമ്പുള്ള സൂറത്തായ സൂറത്തുൽ ഫീലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഈ ഒരു സൂറയും എന്നാണ് ഭൂരിപക്ഷം ഖുർആനികളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ആനക്കലഹം ഈ ഖുറൈശികൾക്ക് നേടിക്കൊടുത്ത അനുഗ്രഹങ്ങളാണ് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് ഭൂരിപക്ഷം വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വവും അംഗീകരിക്കുകയും ആരാധന അവന് മാത്രമാക്കുകയും ചെയ്യുക എന്നത് അടിമയുടെ മേൽ ബാധ്യതയാക്കപ്പെട്ടതാണ്. ഖുറൈശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തിന് നന്ദിയായി തൗഹീദ് അംഗീകരിക്കാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഈ സൂറത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം. അപ്പോൾ ഖുറൈശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്. അപ്പോൾ അവരുടെ സുരക്ഷയ്ക്കും പൊതുനന്മയ്ക്കും ധനസമ്പാദനത്തിനും കച്ചവടത്തിനും വേണ്ടി ഉഷ്ണകാലത്ത് ഷാമിലേക്കും ശൈത്യകാലത്ത് യമനിലേക്കും അവരുടെ യാത്ര എളുപ്പമാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. ഖുറൈശികളെയും കഅബയെയും നശിപ്പിക്കാൻ വന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ അറബികളുടെ മനസ്സുകളിൽ പരിശുദ്ധ ഹറമിൻ്റെയും
അതിൻ്റെ സംരക്ഷകരുടെയും സ്ഥാനം ഉയർത്തുകയും ചെയ്യും അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അവർ ആദരിക്കപ്പെടുകയും അവർ ഉദ്ദേശിക്കുന്ന ഏത് യാത്രകൾക്കും തടസ്സമാവാത്ത വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മഹോന്നതരാക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഈ യാത്ര അവർക്ക് എളുപ്പമാക്കി കൊടുത്തത്. ശൈത്യകാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് ഷാമിലേക്കും ഉള്ള യാത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പമാക്കി കൊടുത്തു. അപ്പോൾ അതിന് നന്ദി ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ഒരു സൂറയിൽ ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അങ്ങനെ പറയില്ലേ. ഒരു അനുഗ്രഹത്തിന് നന്ദി ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെല്ലാം കച്ചവടത്തിന് പോകുന്ന സമയത്ത് കൊള്ളക്കാരുടെയും അതേപോലെ തന്നെ നല്ല ഭയത്തോടെയാണ് അവർക്ക് കച്ചവടത്തിന് പോകാൻ കഴിയുന്നത്. അപ്പോൾ അവർക്ക് ഈ യാത്ര എളുപ്പമാക്കി നൽകിയ പരിശുദ്ധമായ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം അവർ ആരാധിക്കട്ടെ. അവനുള്ള ആരാധനയിൽ ഒരാളെയും അവർ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഈ ഖുറൈശികൾക്ക് സിദ്ധിച്ച യോഗ്യതകളും കീർത്തിയൊക്കെ എന്തിൻ്റെ കാരണത്താലാണ്, സ്വാധീനമൊക്കെ എല്ലാം തന്നെ അവർക്ക് ലഭിക്കാൻ കാരണം അവർ കഅബയുടെ സംരക്ഷകരും അയൽവാസികളും ആയതുകൊണ്ടാണ്. അപ്പോൾ ഏത് നിലക്കും അവർ എന്ത് ചെയ്യണം, ഒരു വിശുദ്ധ മന്ദിരത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവർ ആരാധിക്കാൻ അവർ നിർബന്ധിതരാണ്, അല്ലെങ്കിൽ അവരുടെ ബാധ്യത. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെയും രക്ഷിതാവാണ്. അപ്പോൾ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവ് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഅബയുടെ ശ്രേഷ്ഠതയും മഹത്വത്തെയാണത് കാണിക്കുന്നത്. അപ്പോൾ ഖുറൈശികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതായി 2 അനുഗ്രഹങ്ങളാണ് പറയുന്നത്, ഈ ആയത്തുകളിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നെന്താണെന്ന് വെച്ചാൽ ഭക്ഷണം അല്ലേ, വിശപ്പിന് ഭക്ഷണം നൽകി, അല്ലദീ അത്അമഹും മിൻ ജൂ, പിന്നെന്താണ് വ ആമനഹും മിൻ ഖൗഫ്. അപ്പോൾ വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിന് പകരം സമാധാനം നൽകുകയും ചെയ്തു. അപ്പോൾ ഭയം നീക്കി നിർഭയത്വം നൽകുകയും ചെയ്തത് അള്ളാഹുവാണ്. അപ്പോൾ ആ അള്ളാഹുവിനെ അവർ ആരാധിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൂറത്ത് നൽകുന്ന 2 പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏകത്വം അംഗീകരിക്കുകയും ഇബാദത്ത് അവന് മാത്രമാക്കുകയും ചെയ്യുക. 2 അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സൂറയിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ മനുഷ്യൻ്റെ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണെന്ത്, ഒന്ന് ഭക്ഷണവും മറ്റൊന്ന് സുരക്ഷിതത്വവും. അപ്പോൾ ആർക്കെങ്കിലും ഭക്ഷണവും സുരക്ഷിതത്വവും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ ആരാധിക്കാൻ നിർബന്ധിതരാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയും ചെയ്യാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക ഭദ്രതയും സുരക്ഷിതത്വവും ആരുടെയും കഠിനാധ്വാനം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ലഭിക്കുന്നതല്ല. അതൊക്കെ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ആളുകൾ ഒരേപോലെ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ 2 പേർക്കും കിട്ടുന്ന റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലം എന്താണ്, വ്യത്യസ്തമായിരിക്കും അല്ലേ. 2 പേരുടെയും ഈ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഒരേപോലെയല്ല ഉണ്ടാകുക, രണ്ടും വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പോൾ ഖുറൈശികളുടെ അഭിവൃദ്ധിക്ക് കാരണം എന്താണ്, അവർ കഅബയുടെ സൂക്ഷിപ്പുകാരാണ്, കഅബയുടെ അയൽവാസികളുമാണ് അല്ലേ, അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സമ്പത്തും സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമുള്ള മാർഗത്തിലേക്ക് അതിനെ ചിലവഴിക്കുക. അതുപോലെ തന്നെ ആരാധനയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുക. അതേപോലെ തന്നെ സത്യസന്ധമായ രീതിയിൽ ആരാധിക്കണം. സത്യസന്ധമായ നിഷ്കളങ്കമായ രീതിയിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് നന്ദി കാണിക്കാൻ ഏറ്റവും നല്ല മാർഗം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടുകയും അതേപോലെ തന്നെ ഈ ഒരു സംരക്ഷണം തുടർന്ന് ലഭിക്കുകയും ചെയ്യും നമുക്ക്. അപ്പോൾ സുരക്ഷിതത്വവും വിശ്വാസവും തമ്മിലുള്ള ബന്ധം ഈ സൂറയിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ധാരാളം നാടുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച ചരിത്രം വിശുദ്ധ ഖുർആനിലെ നന്ദികേടും അനുസരണക്കേടും കാണിച്ചുകൊണ്ട് അല്ലേ അക്രമവും അനീതിയൊക്കെ പടർത്തിയ ഒരുപാട് ജനങ്ങളെ, ഒരു വിഭാഗങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല
അല്ലേ നശിപ്പിച്ചതായി വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ഉദാഹരണത്തിന് ആദ്, സമൂദ്, അങ്ങനെ കുറേ അല്ലേ, ഇങ്ങനെ സ്വാലിഹ് നബിൻ്റെ ആളുകൾ, ഇങ്ങനെ പല ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ 126-ാമത്തെ ആയതിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഒരു ദുആ ഉണ്ട് അല്ലേ. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ്സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ദുആയാണ്. എന്താണ് പറഞ്ഞത്? നീ ഇതൊരു നിർഭയ രാജ്യമാക്കുകയും അതിലെ ആൾക്കാർക്ക് ഫലവർഗ്ഗങ്ങളിൽ നിന്ന് ആഹാരം നൽകുകയും വേണമേ എന്ന് പറഞ്ഞാൽ കഅബയെ സംബന്ധിച്ചാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്. കഅബയിൽ സംബന്ധിച്ചാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഭാര്യ ഹാജറ, അതേപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കഅബയിൽ ആക്കിയിട്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം കഅബയിലേക്ക് ആക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉള്ള ദുആ ആണെന്ത്, ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഈ കഅബയും അതിൻ്റെ പരിസരങ്ങളൊക്കെ എന്താണ്, ഖുറൈശികൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അല്ലെ കൃഷികളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ആകെ ആരൊക്കെയും കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ ഇവിടെ കഅബയുടെ പരിസരത്ത് എന്ന് പറഞ്ഞാൽ മണലാണ്. അവിടെ നിന്ന് കാർഷിക യോഗ്യമായ സ്ഥലമല്ല. അപ്പോൾ കൃഷികളില്ല, ഭക്ഷണമല്ല. അപ്പോൾ ഭക്ഷണം അവർക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് ദൂര സ്ഥലത്തേക്ക് പോകണം അല്ലേ. അപ്പോൾ രണ്ട് പിന്നെ കാലാവസ്ഥയിൽ ശൈത്യകാലത്തും ഇപ്പം ഈ മണലാരണ്യമായതുകൊണ്ട് തന്നെ ശൈത്യകാലത്തിന് ശൈത്യം കൂടുതലും ഉഷ്ണകാലത്തിൽ ഉഷ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര അവർക്ക് എളുപ്പമാക്കി കൊടുത്തു. ഓക്കെ, യാത്ര അവർക്ക് എളുപ്പമാക്കി കൊടുത്തു. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചെയ്ത അനുഗ്രഹത്തെ പറയുന്നത്. അപ്പോൾ യമനിലേക്കും സിറിയയിലേക്കുമാണ് അവർ യാത്ര ചെയ്തിരുന്നത്. ഓക്കെ, യമനിലേക്കും സിറിയയിലേക്കും. അപ്പോൾ ഈ പിന്നെ ശൈത്യകാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് സിറിയയിലേക്കുമാണ് അവർ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഈ യാത്ര അവർക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണ് ഒന്നാമത് ചെയ്തത്. അപ്പോൾ ഈ യാത്രയിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ സ്ഥലങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുക, അവർ പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവരിക. അപ്പോൾ ആ യാത്ര അവർക്ക് എളുപ്പമാക്കി കൊടുക്കുന്നതിലൂടെയാണ് എന്ത് ചെയ്തത്, അവർക്ക് ഭക്ഷണവും അവർക്ക് ജീവിക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പിന്നെ അതേപോലെ തന്നെ കഅബയുടെ പരിസരത്തും കാർഷിക യോഗ്യമല്ലെങ്കിലും അല്ലേ അവരെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ ഫലവർഗ്ഗങ്ങൾ അവിടേക്ക് ഒഴുകുന്നുണ്ട് അല്ലേ. നാട്ടിലൊന്നും അല്ലേ നമ്മളൊന്നും കാണാത്ത രീതിയിലുള്ള പഴങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്, കഅബയിൽ ഇപ്പോൾ അവൈലബിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രാജ്യത്തിന് നൽകിയ ഒരു അനുഗ്രഹമാണത്. വഅമനഹും മിൻ ഖൗഫിലെ. അപ്പം ഈ ഭയത്തിൽ നിന്ന് ആർക്ക് മാത്രമേ നിർഭയത്വം നൽകാൻ കഴിയുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ഉള്ളൂ ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകാനുള്ള കഴിവുള്ളൂ അല്ലേ. അപ്പം ഓരോ രാജ്യങ്ങളും പ്രതിരോധത്തിന് വേണ്ടി ആയുധങ്ങൾക്ക് വേണ്ടിയൊക്കെ കുറേ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും എന്തില്ല, അവരൊന്നും സേഫല്ല അല്ലേ, സേഫല്ല, നിർഭയത്വം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൊറോണയുടെ ഒരു സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ കൂടി പറ്റാത്ത ഒരു ചെറിയ സൂക്ഷ്മമായ ജീവിയുടെ അല്ലേ ആ ഒരു ഭയം നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭയത്തിൽ നിന്നും ആർക്കും അല്ലേ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല, സംരക്ഷിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ പ്രകൃതിയിൽ നിന്നുള്ള പ്രകൃതി ദുരന്തങ്ങൾ അതിലൊന്നും എന്തില്ല, മനുഷ്യന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത സംഭവങ്ങളാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്ത് കിട്ടുക, ഭയത്തിൽ നിന്നും നിർഭയത്വം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുറൈശികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ആരാധിക്കാനും, കാരണം കഅബ കാരണമാണ് അവർക്ക് പ്രശസ്തിയെല്ലാം, അവരുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം എന്താണ്, കഅബയാണ്. അപ്പോൾ കഅബയുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ
എന്ത് പറയുക ഖുറൈശികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്കിതിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങൾ നോക്കാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പം അതിൽ ഇവിടെ ലി ഈ ഹംസ ഉണ്ട് അവിടെ. ഈ ഹംസയ്ക്ക് യാമദ്ദുണ്ട്. ഹംസയ്ക്ക് കെസ്റയാണ് യാമദ്. അപ്പോൾ ഈ രണ്ട് ഹർക്കത്ത് നീട്ടുക. ലി ഈ ലാഫി ലാമിന് ഒരു മദ്ദുണ്ട്, രണ്ട് ഹർക്കത്ത് നീട്ടുക. ലി ഈ ലാഫി ഖുറൈഷ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഷീനിനെ നമ്മൾ പഠിച്ചതാണല്ലേ. ഹംസ് എന്നുള്ളൊരു സ്വഭാവത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹംസ്. അപ്പോൾ അതിൽ എന്താണ് ധാരാളം എയർ പുറത്തേക്ക് ഒഴുകുന്ന, കാറ്റ് പോകുന്ന ഒരു അക്ഷരമാണ് എന്ത്? ഷീനിന് സുക്കൂനിടുന്നത്. അപ്പോൾ നമ്മൾ ഖുറൈഷ് ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഷീനിന് കെസ്റയാണ്, അത് സുക്കൂനിട്ടിട്ടാണ് നിർത്തുക. കെസ്റയിട്ട് നിർത്തുന്ന അല്ലെങ്കിൽ സുക്കൂനിട്ടിട്ട് നിർത്തുന്നതിൻ്റെ തൊട്ട് മുന്നിൽ മദ്ദുണ്ട്, യാ മദ്ദാണ്. ഓക്കെ, യാ സുക്കൂൻ എന്ന് പറഞ്ഞാൽ യാ മദ്ദാണത്. അപ്പോൾ ഈ മദ്ദിനെ എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ 2 4 6 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യാം. ഓക്കെ, ഖുറൈഷ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും 2 4 6 ഇറക്കം നീട്ടിയിട്ട് അതിനെ പാരായണം ചെയ്യാം. ഓക്കെ, ഇവിടെയും ഹംസ ഉണ്ട്. ഹംസയ്ക്ക് കെസ്റയാണ് ഈ. അപ്പോൾ കെസ്റ ഉള്ള ഹംസയെ നീട്ടാൻ യാ ഉണ്ട്. ഇവിടെ ഉള്ളത് യാ സഗീറയാണ്. യാ സഗീറ ചെറിയ യാണ്, കുഴപ്പമില്ല. അത് 2 ഹർക്കത്ത് നീട്ടുക. ഈ ലാമിനുണ്ട്. ഈ ലാഫിഹിം. പിന്നെ വന്നിട്ട് ഷിതായിൽ താക്ക് ഒരു മദ്ദുണ്ട്, താ അലിഫ് മദ്ദുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹംസയാണ് വന്നത്. അപ്പോൾ രണ്ടും ഒരു വാക്കിലാണ്. അപ്പോൾ നിർബന്ധമായി 4 ഹർക്കത്ത് നീട്ടണം. നീട്ടിയിട്ടാണ് ഇത് പാരായണം ചെയ്യേണ്ടത്. അൽ മദ്ദുൽ മുത്തസിൽ ഇതിനെ പറയുന്നത്, ഇതിൻ്റെ പേര് അൽ മദ്ദുൽ മുത്തസിൽ. മദ് മുത്തസിലാണ്. 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക. ഓക്കെ, വസ്വൈഫ്. ഫാക്ക് സുക്കൂനിട്ടിട്ടാണ് നിർത്തുന്നത്. അതിൻ്റെ മുന്നിലുള്ളത് യാ മദ്ദാണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം, 2 4 or 6 ഏതെങ്കിലും ഒരു അളവിൽ നീട്ടിയിട്ട് നിർത്തുക. ഓക്കെ, വസ്വൈഫ്. തജ്വീദിൻ്റെ നിയമങ്ങളൊന്നുമില്ല. ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് സെയിം എല്ലാ നമ്മൾ കഴിഞ്ഞ 2 ആയയിൽ നിർത്തിയ മാതിരി തന്നെ ഇവിടെ നിർത്തുക. യാ സുക്കൂനാണ്, യാ മദ്ദാണ് തൊട്ട് മുന്നേ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, സുക്കൂനിടുന്ന അക്ഷരത്തിൻ്റെ മുന്നേ മദ് വന്നു കഴിഞ്ഞാൽ 2 4 6 ഇറക്കം നീട്ടിയിട്ടാണ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. അൽ മദ്ദുൽ ആരിദ് എന്നാണ് പറയുക. മദ്ദുൽ ആരിദാണ്. ഓക്കെ, ഇവിടെ അല്ലതി ദാലിന് കെസ്റയുണ്ട്, യാ മദ് നീട്ടാനുണ്ട്. തൊട്ട് കഴിഞ്ഞിട്ട് ഹംസയാണ് വന്നത്. അപ്പോൾ ഇത് 4 കൗണ്ട് നിർബന്ധമല്ല, ഓപ്ഷനിലാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യാം. അല്ലതീ അത്അമഹും. തോക്ക് നമ്മൾ പഠിച്ചിട്ടില്ല. താക്ക് സുക്കൂനിട്ട് കഴിഞ്ഞാൽ കൽക്കല എന്ന് പറയും. കൽക്കലയുടെ ലെറ്ററാണ് ആത്തോ. നമ്മളൊന്ന് മുഴക്കിയിട്ടാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. അത്അമഹും. പിന്നെ ഇവിടെ മീമുണ്ട്, തൊട്ടടുത്ത് മീമുണ്ട്. ഇപ്പോൾ സാക്കിനായ മീമാണിത്. സാക്കിനായ മീമിന് ശേഷം മീമു തന്നെ വന്നു കഴിഞ്ഞാൽ ഇത് ഷഫവി. 2 മീമും കൂടി ഒരുമിച്ച് കൂട്ടി രണ്ടാമത്തെ മീമിന് ശ്രദ്ധ ഇട്ടിട്ട് പ്രൊനൗൺസ് ചെയ്യുക. പിന്നെ വന്നിട്ട് നൂൻ സുക്കൂനുണ്ട്. നൂൻ സുക്കൂന് കഴിഞ്ഞിട്ട് ജീമാണ്, അത് ഇഖ്ഫാണ്. മീൻ ജൂ. പിന്നെ മീൻ ജൂഇൻ അല്ലേ. ഐനിന് കെസ്റ തൻവീനാണ്, അത് കഴിഞ്ഞിട്ട് വന്നത് വാവാണ്. അപ്പോൾ ജൂഇൻ വ ആമനഹും. ഇവിടെയും തന്നെ എന്താണ്, മീമിന് ശേഷം മീമു വന്ന് ഇദ്ഗാമു ശഫവി മിൻ ഖൗഫ്. അപ്പോൾ നൂന് സുക്കൂനിന് ശേഷം ഹാ തൊണ്ടയുടെ ലെറ്റർ ആയതുകൊണ്ട് ഇൽഹാറാണ്, വെളിവാക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വെളിവാക്കണം. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം തൊണ്ടയുടെ 6 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ നൂനിനെ വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം. ആ നിയമത്തിൻ്റെ പേര് ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ആയത്തിലെ തജ്വീദിൻ്റെ നിയമങ്ങൾ. ഈ ഒരു സൂറത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആർക്കെങ്കിലും
ഭക്ഷണവും സേഫ്റ്റിയും, ഫുഡ് ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഭക്ഷണവും സുരക്ഷിതത്വവും നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം നിഷ്കളങ്കമായി ആരാധിക്കാൻ നമ്മളും ബാധ്യതപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.